നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറാ പെമ്പിള്ളാരെ കണ്ടുപിടിക്കുക ഒരു വഴി തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? വഴി പെരുവഴിയാണാ? പെരുവഴി ഒരു വഴിയാടോ. പഴഞ്ചൊല്ലുണ്ടാക്കിയവൻ അത് അറിയാത്തോണ്ട. ആ ഫസ്റ്റ് ചുമ്മാ സസ്പെൻസ് ഉള്ളത് കാര്യം പറ സാറേ. നമ്മളെന്തിനാ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയത്? കാര്യമുണ്ട്. ഞാനോ താനോ വിചാരിച്ചാൽ ദർശനയും സൗഭാഗ്യയും കണ്ടുപിടിക്കാൻ പരിധികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് പ്രധാന കാരണം നമുക്ക് ഈ നാടത്ര പരിചയം പോരാ എന്നതാ. നാട്ടുകാരെയും പരിചയക്കുറവുണ്ട്. സത്യം പറഞ്ഞ ഈ രാധ നമ്മുടെ മൂക്കിന് കീഴിൽ ഒളിച്ചാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാ അവസ്ഥ. അതിനെ പറ്റിയ ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ വരുന്നയാൾ നമ്മളെപ്പോലെയല്ല. ഈ നാട്ടിൽ നിറയെ ബന്ധങ്ങളുണ്ട് അയാൾക്ക്. ഒരുപാട് ഇവന്റുകൾ നടത്തുകയും ഒരുപാട് പേരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അയാൾ. ഓഹോ, ആരാ ആ മഹാൻ? സാറിന് ഇത്ര ഇംപ്രസ് ചെയ്ത ആ മഹാന്റെ പേരെന്താ? ആളാ വരുന്നത് തന്നെയാ. അമ്മ ഇവന്റ്സിലെ പ്രസാദ്. ആഹാ, ഇയാളാണ്. തീർച്ചയായിട്ടും ഇയാൾക്കറിയാതിരിക്കൂല. സാറിന്റെ ചോയ്സ് സൂപ്പറാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പ്രസാദ്. രാവിലെ സാർ വിളിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുക്കായിരുന്നു. 5 മിനിറ്റ് മതിയെന്ന് സാർ പറഞ്ഞതുകൊണ്ടാ ഇതുവഴി വന്നത്. ഞാൻ നിങ്ങളെ ലേറ്റാക്കുമൊന്നും അല്ല പ്രസാദ്. വളരെ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ സാരമില്ല സർ, കാര്യം പറഞ്ഞോളൂ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ടോ. തൽക്കാലം ഞാൻ ചുരുക്കി പറയാം. എൻ്റെ കുറച്ച് ബന്ധുക്കളെ, കൂടപ്പിറപ്പുകളെ എന്ന് തന്നെ പറയാം, 3 പെൺകുട്ടികളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെയായി. എവിടെ പോയി എന്ന് ഇതുവരെയും അറിയില്ല. അവരുടെ 1-2 ഫോട്ടോകൾ മാത്രമേ ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. പഴയ ഫോട്ടോ വെച്ച് പുതിയ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കണം സർ? പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ എല്ലാവരും വലുതായി മുഖച്ഛായ തന്നെ മാറിക്കാണില്ലേ? കറക്റ്റാ. പക്ഷേ ഇവിടെ ആ വിധിയുടെ നിയോഗം എന്ന് പറയേണ്ടത്. തന്റെ അനിയൻ ഹരിയുടെ സുഹൃത്തില്ലേ ആര്യ എന്ന ചിത്രകാരി, ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തു കറക്റ്റ് സമയത്ത്. ആഹാ, അത് കൊള്ളാലോ. ആര്യ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അവള് വലിയ അനുഗ്രഹങ്ങളും കഴിവുകളും ഉള്ള കുട്ടിയാണ് പ്രസാദ്. ഓ, കാണാതെ പോയ ആ കുട്ടികളുടെ പഴയ ഫോട്ടോ നോക്കി അവരുടെ ഇന്നത്തെ രൂപം ആര്യ എനിക്ക് വരച്ചു തന്നു. ഏയ്, അത് വെറുതെ. അങ്ങനെയൊക്കെ സാധിക്കോ? ആരുടെങ്കിലും ചിത്രം വരച്ചതെന്ന് അവള് കുസൃതി കാണിച്ചതാവും. ഏയ് അല്ലടോ, അതിലൊരാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. കൃത്യം ഡിറ്റോ അതുപോലെ തന്നെ ആര്യ വരച്ചു തന്നത്. ആഹാ, ആണോ? അത് വലിയ അത്ഭുതമാണല്ലോ. അല്ല, ഇക്കാര്യത്തിൽ ഞാനെന്താ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. താൻ ആ ചിത്രങ്ങളൊന്ന് കാണണം. 3 പെൺകുട്ടികളിൽ ആരെയെങ്കിലും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് തീർച്ചയാ. നോക്കി നിൽക്കാതെ ചിത്രങ്ങൾ ഇങ്ങ് എടുത്തോണ്ട് പാടോ. ഭർത്താവ് എങ്ങനെയാ ഭാര്യയ്ക്ക് ശല്യമാവുന്നത്? ചേച്ചി ഇതിൽ ഇടപെടരുത് പ്ലീസ്. ചേച്ചി ഇടപെടണ്ടേ? അതെന്താ കാര്യം? നീ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണോന്ന് തിട്ടൂരം വല്ലതും പുറത്തിറക്കിയിട്ടുണ്ടോ ഈ വീട്ടില്? വിശന്നു വലഞ്ഞ് ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളോട് നിന്ദിക്കുന്ന വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നായി എനിക്ക് അത്ഭുതം.
എനിക്ക് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എനിക്ക് വെറുപ്പാ. എടീ, നീ വേണ്ട ഏട്ടത്തി, ആരതി ഒന്നും പറയണ്ട. അവളുടെ മനസ്സ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല. അത് പറയാൻ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ മാത്രം മതി ഈ വീട്ടില്. നിന്റെ കാര്യം പറയാൻ മുരളിക്ക് ഒരു അവകാശമില്ല ഈ വീട്ടിൽ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് മുരളി, വെറും ഒരു അന്യ പുരുഷനല്ല. ഒരു താലി, ആ സാധനം വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞാ തീരോ ഈ ഭാരം? എങ്കിലത് ചെയ്യാൻ ഞാൻ ചെയ്യാം. ഇത് കെട്ടിപ്പോയതിന്റെ ഒറ്റ പേരില ഇയാളെ ഞാൻ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ എനിക്കിത് വേണ്ട. ഏട്ടത്തി, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? എന്ത് കാരണത്തിന്? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയെന്ന്? എന്നെ തല്ല നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ? ആരാ നിങ്ങൾ? എന്റെ പെറ്റമ്മയാണോ? അല്ലല്ലോ. മോള് കുറെ ആയി ഈ മോളെ വിളി കേൾക്കുന്നു. കുറെ നാളായി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു. ഇനി ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ രക്തബന്ധം. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. സമ്മതിച്ചില്ല. എല്ലാരും കൂടി എന്റെ തലയിൽ പിടിച്ചു വെച്ച് തന്നു ഇയാളെ. എന്റെ ജീവിതം ഏത് നാശക്കടലിൽ പോയി മുങ്ങിയാലും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കണം, സന്തോഷിക്കണം. അതിനു വേണ്ടി എന്റെ ജീവിതമാ നിങ്ങൾ കുരുതി കൊടുത്തത്. എന്നിട്ടിപ്പോ തല്ലാനും ചട്ടം പഠിപ്പിക്കാനും വന്നേക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.